സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഉത്രാട ദിനമായ നാളെ 9 ജില്ലകളിലും തിരുവോണത്തിന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കൊണ്ടാണ് മഴ ശക്തമാകുന്നത്. ദേവൻ എം പി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദേവൻ, അപ്പൊ ഈ ഓണം മഴ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം അല്ലെ? എങ്ങനെയാണ് വിവിധ ജില്ലകൾക്കുള്ള മുന്നറിയിപ്പ്? അരുണ്യ, തീർച്ചയായും ഓണനാളുകളിൽ ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതനുസരിച്ചുകൊണ്ട് തന്നെ ഇന്ന് മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 6 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് 14 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. മാത്രമല്ല അടുത്ത ദിവസങ്ങളിലും, പ്രത്യേകിച്ചും നാളെയും മറ്റന്നാളും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷത്തിന്റെ ദിവസങ്ങളാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ ശക്തമായ അല്ലെങ്കിൽ ഒരു മഴ, സംസ്ഥാനത്ത് ഒരു മഴ ലഭ്യമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. ഉത്രാട ദിവസം മാത്രം പ്രത്യേകിച്ചും 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തെക്കൻ കേരളത്തിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും സമാനമായ രീതിയിൽ തന്നെ മഴ ലഭ്യമാകും. തിരുവോണ നാളിൽ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം, കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം തിരുവോണ നാളിൽ മഴ ലഭിക്കുന്നത്. ഒരുപക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ മുന്നറിയിപ്പിൽ ഒരു വ്യത്യാസം ഉണ്ടായേക്കാം. ഇതിപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ഉച്ചയോടുകൂടി ലഭിക്കുന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ചും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിരിക്കുന്ന ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് വീണ്ടും ഈ മഴ ശക്തമാകാൻ ഒരു കാരണമായി പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അതിനനുസരിച്ചുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് മഴ മാറി നിൽക്കുന്നുള്ളൊരു പ്രതീക്ഷ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ ഓണം ആഘോഷിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം തന്നെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മുന്നറിയിപ്പ് നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണ ദിവസങ്ങളിൽ മഴ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുണ്യ, ശരി, ദേവൻ എം പിയാണ് വിവരങ്ങൾ നൽകിയത്.